റീൽസ് ചിത്രീകരണത്തിനിടെ കാരാപ്പുഴ ഡാമിലേക്ക് ജീപ്പ് മറിഞ്ഞ സംഭവത്തിൽ കർശന നടപടിയുമായി അമ്പലവയൽ പോലീസ്. താർ ജീപ്പ് പോലീസ് പിടിച്ചെടുത്തു. വാഹനവുമായെത്തിയ 5 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. ദിവസങ്ങൾക്ക് മുൻപ് അഭ്യാസ പ്രകടനത്തിനിടെ ട്രാക്ടർ അപകടത്തിൽപ്പെട്ട നെല്ലാർച്ചാൽ വ്യൂ പോയിന്റിലാണ് ഇന്നും അപകടം സംഭവിച്ചത്. രാവിലെ വാഹനവുമായി റീൽസ് ചിത്രീകരണത്തിനായി ഡാമിനടുത്തെത്തിയ യുവാക്കൾ സഞ്ചരിച്ച ജീപ്പ് നിയന്ത്രണം വിട്ട് ഡാമിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട മഹീന്ദ്ര താർ ജീപ്പ് പോലീസ് പിടിച്ചെടുത്തു. മീനങ്ങാടി സ്വദേശി ഫായിസ് PK, കോഴിക്കോട് വടകര സ്വദേശികളായ മുഹമ്മദ് റാഹിൻ, മുഹമ്മദ് റജാസ്, മുഹമ്മദ് ഫാഫി, മുഹമ്മദ് ഷാനിഫ് എന്നിവർക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് ബത്തേരി കോടതിയിൽ ഹാജരാക്കി. 3 പഞ്ചായത്തുകളിൽ കുടിവെള്ളം എത്തിക്കുന്ന ശുദ്ധജല സ്രോതസ്സാണത്. അപ്പോൾ അത് മലിനമാക്കിയിട്ടുണ്ട്. ഈ ജീപ്പ് ആ ജലാശയത്തിലേക്കാണ് പറഞ്ഞത്. അവിടെ ഡീസലും മറ്റും കലരുകയും അങ്ങനെ ഗവൺമെന്റിന് നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് PDPP ആക്ട് പ്രകാരമുള്ള, അതുപോലെ ഈ ജലാശയം കുടിവെള്ള സ്രോതസ്സം മലിനമാക്കിയതിനുള്ള BNSലെ വകുപ്പുകൾ, ഈ സെക്ഷനുകളെല്ലാം അവർക്കെതിരെ അതിക്രമിച്ച് കയറിയതിനും ഒക്കെയുള്ള വകുപ്പുകൾ അവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. അവരെ ഇന്ന് വൈകിട്ട് കോടതിയിൽ, സുൽത്താൻ ബത്തേരി കോടതി മജിസ്ട്രേറ്റിന് മുമ്പ് ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കുന്നതാണ്. നല്ല ആഴമുള്ള ഭാഗത്ത് മറിഞ്ഞ ജീപ്പിൽ നിന്ന് തലനാരിഴയ്ക്കാണ് യുവാക്കൾ രക്ഷപ്പെട്ടത്. വരും ദിവസങ്ങളിലും പ്രദേശത്ത് പോലീസ് നിരീക്ഷണം ശക്തമാക്കും. പിടിച്ചെടുത്ത താർ വാഹനത്തിന്റെ RC ക്യാൻസൽ ചെയ്യുന്നതിനും ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിനും മോട്ടോർ വാഹന വകുപ്പിന് റിപ്പോർട്ട് നൽകുമെന്ന് അമ്പലവയൽ പോലീസ് പറഞ്ഞു. ഇത് റോഡിൽ ഉപയോഗിക്കേണ്ട ഒരു വാഹനം ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അതിക്രമിച്ച് ഒരു ജലാശയത്തിന്റെ തീരത്ത്, അവിടെ ഒരു കടന്നു പോകാനുള്ള റോഡ് പോലും ഇല്ലാത്ത സ്ഥലമാണ്, ഒരു കുന്നിൻ ചെരുവിലാണ്. അപ്പോൾ അവിടെ ഇറക്കിയത് കൊണ്ട് ആ വാഹനത്തിന്റെ RC ക്യാൻസൽ ചെയ്യുന്നതിനും ലൈസൻസ് ഡ്രൈവറെ സസ്പെൻഡ് ചെയ്യുന്നതിനും ഉൾപ്പെടെയുള്ള റിക്വസ്റ്റ് നമ്മൾ മോട്ടോർ വാഹന വകുപ്പിന് നൽകും. അതിൻ്റെ തുടർ നടപടികളുണ്ടാകും. തുടർന്നും എല്ലാ സമയത്തോടെ നമ്മുടെ പോലീസിന്റെ നിരീക്ഷണം ശക്തമാക്കുകയും ആരെങ്കിലും അതിക്രമിച്ച് കയറുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി, ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തി കോടതിയിൽ ഹാജരാക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. അരുൺ ചിരാൽ, വയനാട് വിഷൻ, അമ്പലവയൽ.